മെയ് 26 ഞായറാഴ്ച, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. മത്തായി 28 അധ്യായം 16 മുതൽ 20 വരെ വാക്യങ്ങൾ. 2017 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ക്രിസ്ത്യൻ ചിത്രമാണ് ദി ഷാക്ക്. മാക് എന്നറിയപ്പെടുന്ന മക്കൻസി ഫിലിപ്സിൻ്റെയും ഭാര്യയുടെയും അവരുടെ 3 കുട്ടികളുടെയും കഥയാണ് ഇത് പറയുന്നത്. ഒരു ക്യാമ്പിംഗ് യാത്രയ്ക്കിടെ അവരുടെ ഇളയ കുട്ടി മിസ്സി അപ്രത്യക്ഷമാകുമ്പോൾ മാക്കിൻ്റെ ജീവിതം തകരുന്നു. പോലീസ് പറഞ്ഞത് മിസ്സി ഒരു പരമ്പര കൊലയാളിയുടെ ഇരയായി എന്നാണ്. ഒരു ദിവസം മാക്കിന് ഒരു സന്ദേശം ലഭിക്കുന്നു. പപ്പ എന്ന് ഒപ്പിട്ട, പപ്പ എന്നത് മിസ്സി ദൈവത്തെ വിളിച്ചിരുന്ന പേരായിരുന്നു. പപ്പ മാക്കിനെ ഒരു കുടിലിൽ വെച്ച് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അപരിചിതരായ 3 പേരെ കണ്ടുമുട്ടുന്നു. അവർ പരിശുദ്ധ ത്രിത്വമാണെന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയുടെ രൂപത്തിലുള്ളതായിരുന്നു പപ്പ എന്ന് വിളിക്കുന്ന ദൈവം. ഒരു മധ്യ കിഴക്കൻ പുരുഷനാണ് യേശു. ഒരു ഏഷ്യൻ സ്ത്രീയായിട്ടാണ് പരിശുദ്ധാത്മാവ്. മാക്കിൻ്റെ ജീവിതം ഒരു ഉയർന്ന വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് തങ്ങളുടെ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്ന് അവർ പറയുന്നു. മാത്രമല്ല, മാക്ക് തൻ്റെ നഷ്ടപ്പെട്ടുപോയ മകളെ സ്വർഗത്തിൽ അല്പനേരം കാണുകയും പിന്നെ കുട്ടിയായിരുന്നപ്പോൾ മാക്കിനോട് മോശമായി പെരുമാറിയതിന് ക്ഷമ ചോദിക്കുന്ന അവൻ്റെ പിതാവിൻ്റെ ആത്മാവിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു. ഒടുവിൽ മാക്കിന് തൻ്റെ ദുഃഖത്തിന് അതീതമായി മുന്നോട്ട് പോകാൻ കഴിയാൻ ഉള്ള ആത്മവിശ്വാസം പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നു. മാക്ക് ആ 3 പേരെയും വിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങുന്നു. ചിത്രം അവസാനിക്കുന്നത് മാക്ക് വീണ്ടും കുടുംബമൊത്ത് പള്ളിയിൽ പോകുന്നതോടെയാണ്. ഇന്ന് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു ദൈവത്വത്തിലുള്ള 3 വ്യക്തികളുടെ ഐക്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം സത്തയിൽ ഒന്നാണ്, വ്യക്തിയിൽ 3. ഇനി ദൈവം 3 വ്യക്തികളാണെങ്കിൽ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ 3-1 ആണെന്നാണോ ഇതിനർത്ഥം? ത്രിത്വം എന്ന് പറയുന്നത് ദൈവം 3 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നാണോ? അല്ല എന്നാണ് ഉത്തരം. ത്രിമൂർത്തികൾ ദൈവത്തെ 3 ഭാഗങ്ങളായി വിഭജിക്കുന്നില്ല. ദൈവത്തിലുള്ള 3 പേരും 100% ദൈവം തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം പൂർണ്ണ ദൈവം തന്നെ. വാസ്തവത്തിൽ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹബന്ധങ്ങളുടെ കൂട്ടായ്മയാണ് ദൈവം എന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ദൈവം. ഈ 3ൻ്റെയും ഐക്യത്തെ, ഐക്യം നമ്മൾ ത്രിത്വം എന്ന് വിളിക്കുന്നു. ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും മറ്റു വ്യക്തികളെക്കുറിച്ച് നമ്മളോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ത്രിത്വം പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വം എങ്ങനെ
സ്നേഹബന്ധങ്ങളെ ആശ്രയിച്ചാണ് എന്ന് കാണിക്കുന്നു. ഈ സ്നേഹബന്ധത്തിലാണ് നമ്മളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ തിരുനാളിൽ ദൈവവുമായിട്ടും പരസ്പരവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വളരുവാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കോത്തഗിരി.